എന്തേ അച്ഛൻ്റെ ഇവിടെ? ഞാനെന്താ ഇവിടെ? ഇതിന്റെ വീടല്ലടാ, ഞാൻ ഇവിടെ ഇല്ലാണ്ട് പിന്നെ അവിടെ പോവാനാ? ആ ശരിയാ. ഈ എങ്ങടാ? ഞാൻ എങ്ങടാ? നീ പോയി 10-15 വഴിക്ക് എങ്ങടാന്ന്? ഞാന് ഒരു ചെറിയ കാര്യമുണ്ട്. എന്താ ഇത് പുല്ല്. എന്താ ജാടിനെ വളർത്തുണ്ടോ? വൈക്കോല്. ഇത് ഞാൻ പശുവിനെ കൊടുക്കാൻ വേണ്ടി അവിടെ വെച്ച വൈക്കോലല്ലേ? നീ ഇതായിട്ട് എങ്ങടാ പോണെന്ന്? അച്ഛാ കത്തിക്കും ഞാൻ. എന്നെയാ? അച്ഛനല്ല, ആ ശീതളന. എന്തിന്? എന്റെ മൊയ്തു നേതാവിനെ വെല്ലുവിളിച്ചു ശീതളൻ. ആ ശീതളനെ ഞാൻ കത്തിച്ചടയും. എനക്ക് അത്ര ഇഷ്ടം മൊയ്തുവിനെ. എന്റെ കാണപ്പെട്ട ദൈവം, പാല് പോലുള്ള മനുഷ്യൻ, നാളത്തെ മുഖ്യമന്ത്രിയാ. ആ നേതാവിനെ വെല്ലുവിളിച്ച് വിടൂല ഞാൻ. ഓനെ കൊന്നു കളയും. എടാ, നീ ശീതളിന്റെ നേർക്കൊക്കെ കത്തിക്കാൻ പോയി കഴിഞ്ഞാൽ ജയിലിലെ കിടക്കേണ്ടി വരും. സ്വാതന്ത്ര്യ സമരത്തിനോ ജയിലിൽ പോകാൻ പറ്റിയിട്ട. ശീതളിനെ കൊന്ന കുറ്റത്തിൽ ജയിലിൽ പോകാൻ എനിക്ക് അഭിമാനാണ്. അതെന്റെ നേതാവിന് വേണ്ടിട്ട്. കുടുംബം നോക്കാത്ത നീയാണ് ഇനി നാട് നേരാക്കാൻ പോണ്. നീ നാട് നേരാക്കാനോ രാഷ്ട്രീയത്തിന് എവിടെ വെച്ചാ പൊക്കോ. എന്നിട്ട് ആരുടെ വെച്ചാ തല്ലുകൊണ്ട് ചേത്തോ. എനിക്കൊരു കുഴപ്പമില്ല. അച്ഛാ, എന്റെ അച്ഛനും അമ്മക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല, ചെയ്യും ചെയ്യില്ല. അതെന്റെ തീരുമാനമാണ്. പക്ഷെ എന്റെ മൊയ്തു നേതാവിനെ ഞാൻ ബലിയർപ്പിക്കും. അതെ, എന്ത് ചെയ്താലും ശരി, ആ മുണ്ടാപ്പേണ്ട ബൈക്കോല അവിടെ വെക്കി. അച്ഛൻ്റെ ഒരു പുല്ലും വേണ്ടാക്കും. അങ്ങനെ ഒരു ഭ്രാന്തൻ. മനുഷ്യന് ഉപകാരമില്ല, ഇത് ഉപദ്രവിക്കാൻ വരിക. ഞാനത് കൊണ്ടായിട്ട് അവൻ അങ്ങനെ തിന്നണം. അഴിമതി വീര ശീതള, അഴിമതി വീര ശീതള, മാറി മാറി പരതാറേ, മൊയ്തു പരതാറേ. ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ നട്ടല്ലൂരി ചെണ്ടയടിക്കും, ചെണ്ടയടിക്കും കട്ടായം. ചെങ്കട നേരെ പോരിന് വന്നാൽ വെട്ടിക്കൂട്ടും കട്ടായം. നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. മൊയ്തു പരതാറേ. ആ നാടിനെ ചെവിക്കടി ഞാൻ മുണ്ടെടുക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. വെറുതെ എന്റെ അണ്ണാക്കിലെ വെള്ളം കൊണ്ട് കളയരുത്. അതെ, അത് ശരിക്കും മനസ്സിലാക്കി ഓർമ്മയിൽ വെക്കണം. അല്ലാതെ ഈല കേട്ടിട്ട് ഇപ്പുറത്തെ വിട്ടൂടാ. അതായത് പാർട്ടിന്റെ ലയന സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തായോട്ടേക്ക് ഇറങ്ങി ചെല്ലണം. എന്തേ? അല്ല, താഴോട്ട് നോക്കാനല്ലോ പറഞ്ഞത്. തായോട്ട് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത്. താഴേക്കടയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം നമ്മള്. അവിടെയാണ് നമ്മൾ കയറി പിടിക്കേണ്ടത്. അതെ അതാണ് വേണ്ടത്. അതെ, ഒരു ചെറിയൊരു സംശയമുണ്ട്. എന്താ ചോദിച്ചോ? നമ്മൾ ഏത് മുന്നണിയിലാണ്? എന്താണ് നമ്മുടെ നിലപാട്? അല്ല, നമ്മൾ ഏത് മുന്നണിയിലാണ്, നമ്മുടെ നിലപാട് എന്താണെന്ന് അണികൾ ചോദിക്കുമ്പോൾ നമുക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റണില്ല. വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടിന്റെ കേന്ദ്ര നേതൃത്വം അനുമതി തന്നിട്ടുണ്ട്. പക്ഷെ അത് തത്വാധിഷ്ഠമായിട്ട് വേണം ചെയ്യാന്ന് മാത്രം. തത്വാധിഷ്ഠമായ സമയങ്ങളിൽ വിഷയാധിഷ്ഠമായി തീരുമാനം എടുക്കാൻ പറ്റുമോ നമുക്ക്?
വലിയ ഇടങ്ങാറായിക്കണല്ലോ. അതെ മൊയ്തൂക്ക, ഈ കടിച്ചാ പൊട്ടാത്തേം വായി കൊള്ളാത്തേം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഭരണമുന്നണിയുടെ ഭാഗമാണ്. ഒരാളുടെ ഒരു ആവശ്യമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വക്കാലത്തായിട്ട് ചെല്ലാൻ പറ്റണില്ല. നമ്മൾക്കിട്ട് തല്ലുകൊള്ളണ അവസ്ഥയാണ്. ആ ഒരു വിഷയം കൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ആള് പോണതിനെ പറ്റി എനിക്ക് പറയരുത് പ്യാരിയെ. അത് പാർട്ടിന്റെ ആശയങ്ങൾ അറിയാത്തവരാണ് ഈ പാർട്ടി വിട്ടുപോണത്. ഒരു പോട്ടേന്ന് ഓരെ നമുക്ക് വേണ്ട. പാർട്ടിന്റെ പുതു നേതൃത്വം നിറയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി രാഘവേട്ടനെ വർക്കിംഗ് ചെയർമാൻ ആക്കി മാറ്റിയത്. ഈ ഉണ്ണീനെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി മാറ്റിയത്. പ്യാരിജാതനെ ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റിയത്. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? അതെ, കഴിഞ്ഞ ആഴ്ച ഒരു ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാനാണ് ഉണ്ണിയെ. ഈ ആരാവണമെന്നാ ഈ ആഗ്രഹിക്കണത്? അതാണ് ജി ഇവനപ്പൊ എന്താക്കുക? ജി ഗജാഞ്ചി ഉണ്ടോ പാർട്ടിന്റെ? ആ, ഇതിപ്പോ ഉണ്ണിന്റെ പ്യാരിജാതിന്റെ സുധീന്റെ കാര്യം മാത്രമല്ല കേട്ടോ. ബാക്കിലിരിക്കണം നിങ്ങളെല്ലാരും. നിങ്ങളൊക്കെ സംസ്ഥാനതല മെമ്പേഴ്സ് ആട്ടോ, ജില്ലാതല ഭാരവാഹികളാ നിങ്ങള്. അത് മനസ്സിലാക്കണം. കേട്ടാ? ഇത് പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, അഴിമതി വേണ്ട, ആദർശം മതി. അതാണ് പാർട്ടിന്റെ പ്രഖ്യാപിത നിലപാട്. വ്യക്തിയല്ല, മുന്നണിയല്ല, പാർട്ടിയാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ ശീതളിനെതിരുള്ള സമരവും നമ്മൾ ശക്തിപ്പെടുത്തണം. ഓനെ അറസ്റ്റ് ചെയ്യണ വരെ നമ്മൾ സമരം ചെയ്തേ പറ്റും. നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അഞ്ചെട്ടെണ്ണം പിന്നാലെ. ഞാൻ എന്തിനോടെ ഇരിക്കുന്നത്? എങ്കിൽ രാഘവേട്ടനും സിന്ദാബാദ്. ചെറിയൊരു മീറ്റിംഗിലൊക്കെ ആയി അതാ വൈകി പോയെ. ചായ കുടിച്ചല്ലോ ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. സാറേ, ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടും അങ്ങയുടെ വീട്ടിൽ ബിനാമി സ്വത്തുക്കളുണ്ടെന്നാണല്ലോ ആരോപണം. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ധാരാരോപണമാണ്. അങ്ങയുടെ എതിർപ്പാർട്ടിക്കാരനായ മൊയ്തു അതൊക്കെ ഭ്രാന്ത്. എന്റെ കൈകൾ ശുദ്ധാണ്, അത് ജനങ്ങൾക്കറിയാം. അല്ലാതെ ഇവരെ പോലുള്ളവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കാണിച്ചു കൊടുക്കുക അവർക്ക്. ഞാൻ പറഞ്ഞാണ്. കോറി മാഫിയുമായി അങ്ങക്ക് ബന്ധമുണ്ടെന്നാണല്ലോ മൊയ്തു ആരോപിക്കുന്നത്. സുഹൃത്തെ, നിങ്ങള് ആ മൊയ്തുന്റെ ആളാണാ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ഈ മൊയ്തു? ഈ മൊയ്തു ആരാണ്? അവനെ എനിക്കറിയണമായിരുന്നു, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇത്രയ്ക്ക് വൃത്തികെട്ടാമ വിവരമില്ലാത്ത വിവേകമില്ലാത്ത ഓരോരുത്തനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ പോയി കിടക്കണത് എല്ലാരും? ഒരു ആൾക്കൊരു കൃത്യനിഷ്ഠയില്ല എന്ന് പറഞ്ഞാൽ. ഹലോ, ഒരു മിനിറ്റ്. ഉണ്ണിയെ, ഈ എവിടെയുള്ളത്? ഞാനൊരു ഫംഗ്ഷനിലാണ്. ഇവിടെ പാർട്ടിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് വെച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പായസം കുടിച്ച് വയറ് വീർത്തിയുടെ മന്ദത്തിൽ കിടക്കേന്ന്. പായസം കുടിച്ചിട്ടോ? ഇത് എവിടുന്ന്? അതെ, നമ്മളെ രാഘവട്ടന്റെ മോളെ കുഞ്ഞീരെ നൂല് കെട്ട്. ഭയങ്കര പരിപാടി, 4 കൂട്ടം പായസാന്ന്. ഏത് നമ്മളെ വർക്കിംഗ് പ്രസിഡന്റ് രാജുവായിട്ടില്ലയോ? അതെ. മൊയ്തുക്കാരെ വിളിച്ചിട്ടേ? ഇല്ല, വേറെ ആർക്കുണ്ടായി അവിടെ? ശീതള നേതാവ് ഉണ്ടായില്ല. ആണോ? ഈ വെച്ചോ, ഫോൺ വെച്ചോ. അത് ശരി. അപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് കുട്ടീന്റെ നൂല് കെട്ടാണല്ലേ? മൊയ്തു നേതാവിനെ വിളിക്കാത്ത ഫംഗ്ഷൻ രാഘവട്ടന് അതെന്ത് പറ്റി? ആ മൊയ്തു, നിങ്ങളെ പെരയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന്? എന്റെ ചെറിയ മോളെ കുഞ്ഞിരെ നൂല് കെട്ടാണ്. ഇന്നലെ എന്തെങ്കിലും എന്നെ വിളിക്കാഞ്ഞ്? ചെറുങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, ചെറിയ തോതില് കുറച്ചാളെ ബന്ധുക്കളെ മാത്രം വിളിച്ചു. അല്ല, ചെറുങ്ങനെ ആയാലും നമ്മളെ പാർട്ടിന്റെ ആൾക്കാരും ശീതളം വരെ ഉണ്ടായില്ല അവിടെ. ശീതളൻ നമ്മളെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും എന്റെ ബന്ധുവായി പോയില്ലേന്ന്. അല്ല, ബന്ധുവാണെങ്കിലും രാഘവട്ട, നിങ്ങൾ എന്നെ വിളിക്കാഞ്ഞ മോശമായി പോയി. കാരണം നിങ്ങളെ മോളെയൊക്കെ നമ്മള് അറിയണല്ലേ. മോളെ കുട്ടീനെ ഞാൻ പറയുന്നുണ്ട്, എന്നെ മാത്രം നിങ്ങൾ വിളിക്കാഞ്ഞ എന്തെങ്കിലും. അല്ല, ഞാൻ പറയുന്നത് കേക്ക് രാഘവട്ട. അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ട് രാഘവട്ട. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. മീറ്റിംഗിന് ഒരു മനുഷ്യൻ വന്നില്ല, ഞാൻ മാത്രം ഇവിടെ വന്നിരിക്കുക. എല്ലാരും നിങ്ങളെ പെരയിലാണ്. പിന്നെ മാത്രം നിങ്ങൾ അങ്ങോട്ട് വിളിക്കേണ്ടതല്ലേ നിങ്ങളെ മോളെ നൂല് കെട്ടിന്?
അല്ല മൊയ്തു, എനിക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണ രാഘവട്ട, ഒരു സ്കൂട്ടറിൽ പോകാനുള്ള ആളുള്ള പാർട്ടിക്ക് ഓട്ടോറിക്ഷ പോകാനുള്ള ആളാക്കി തന്ന ആളാ ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല നീ കണക്ക് പറയാന്ന്. ഞാൻ കണക്ക് പറയാനാണ്. എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവട്ടെ രാഘവട്ട. എന്തായാലും ഈ നൂലുകെട്ട് നിങ്ങൾ എന്നെ വിളിക്കാത്തതിന്റെ പ്രതിഷേധം ഞാൻ കാണിച്ചിറങ്ങിയേക്ക് കേട്ടോ. അത് നിങ്ങൾ കണ്ടോളി. അങ്ങനെ നീ പോകുന്നുണ്ടെങ്കിലേ ആ ലൈറ്റ് ഫാൻ ഓഫ് ആക്കി പോ. എന്റെ പട്ടി ഓഫാക്കും. ഓഫാക്കി നിങ്ങൾ വേറെ ആരെങ്കിലും വിട്ടോളി. അല്ല സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയ സുഹൃത്ത് മൊയ്തു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ എന്നോട് പറയുകയും അദ്ദേഹത്തിന് നമ്മുടെ പാർട്ടിയായിട്ട് യോജിച്ചു പോകണം എന്നുള്ളൊരു താല്പര്യം അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മീറ്റിംഗ് കൂടെ വിളിച്ചുകൂടാനുള്ള കാരണം. എന്തായാലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ പാർട്ടിയിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഹാരമണിയിച്ച് ഈ ചടങ്ങ് നിർവഹിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനായി അതിനുവേണ്ടി അദ്ദേഹത്തിനോട് ഇനി 2 വാക്ക് മറുപടി പ്രസംഗത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സുദിനാണ്. നിലപാടുള്ള ഒരു പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അഴിമതിരഹിതമായ ഒരു പാർട്ടിയാണ് സീതലേട്ടന്റെ പാർട്ടി. ആ പാർട്ടിയിൽ എനിക്ക് വലിയ സ്ഥാനങ്ങളൊന്നും വേണ്ട, അതിനൊന്നും നമ്മൾ ആഗ്രഹിക്കണില്ല. ഒരു സാധാരണ പ്രവർത്തകനായിട്ട് എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എൻ്റെ കൂടെ വേണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഞാനൊരു 2 വാക്ക്. സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ, ഇപ്പോ നമ്മളെയൊക്കെ സംബന്ധിച്ചും വളരെ സന്തോഷവും അഭിമാനമുള്ളൊരു ദിവസം തന്നെയാണ് മൊയ്തുക്ക പറഞ്ഞ പോലെ. കാരണം മൊയ്തുക്കയെ പോലെ ഇത്രയും കരുത്തനായ ഒരു പ്രവർത്തകൻ നമ്മുടെ പാർട്ടിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഒരു എല്ല് കൂടി വർദ്ധിച്ചതുപോലെയാണ്. നമ്മുടെ നട്ടലിന് ഒന്നുകൂടെ ബലം കൂടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തകനെ നമുക്ക് കിട്ടിയപ്പോൾ. അദ്ദേഹം നേരത്തെ നിന്ന പാർട്ടിയെ കുറിച്ച് പറയണമെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടന്ന മൊയ്തുക്കയെ നമ്മള് കൈപിടിച്ച് ഇങ്ങ് കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി കര കളഞ്ഞൊരു നല്ലൊരു പ്രവർത്തകനായിട്ട് നമ്മുടെ പാർട്ടിക്കൊപ്പം എപ്പോഴും ഉണ്ടാവും. അപ്പൊ മൊയ്തുക്കായുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും. ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ മൊയ്തുക്കായെ പോലെ ഒരാൾ കൂടി നമ്മുടെ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ശക്തി ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അതെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊയ്തുക്കായുടെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. എന്തായാലും ഒരുപാട് സന്തോഷം മൊയ്തുക്ക. നന്ദി, നമസ്കാരം. ഹലോ ഹലോ. ശരി, 10 മിനിറ്റ്. പറയൂ. അപ്പോഴേ തൽക്കാലം യോഗം പിരിച്ചു കിട്ടും കേട്ടോ.
എവിടെ പോയി കിടക്കാണ്? സുക്കുറേ, മോനെ സുക്കുറേ. സുക്കൂറിന് കണ്ടിന്യോ? ഇല്ല. അടുത്തോనికి എവിടെ പോയി കിടക്കാവോ? സുക്കൂറേ, പ്രഭാരേട്ടാ, എന്റെ സുക്കൂറിന് കണ്ടി ഞങ്ങള്. സുക്കൂറേ, മോനെ സുക്കൂറേ. കാലവർഷം 4 ദിവസം കനക്കും. എവിടെ കനക്കണ്? 3 ദിവസമായിട്ട് നല്ല വെയില. മരണം ബാധിക്കലൊരു നാൾ മഞ്ചലുമായി വിളിക്കും. അവസ്ഥ വരാജ മതിയാ. സുഹൃത്തിട്ടാ, ഞാൻ രാവിലെ പോകുമ്പോ ഇങ്ങോട്ട് അന്വേഷിച്ചു. രാവിലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ പോകുമ്പോ ചോദിച്ചിരുന്നു. രാവിലെ ഞാൻ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിരുന്നു. അതല്ലേ? എന്തിന്? ഞാൻ പുതിയ സ്ഥലമില്ലേ, ഒരു 40 സെന്റ് സ്ഥലം മേടിച്ചിട്ടില്ലേ ഞാൻ. ആടത് വീട് വെക്കുന്നുണ്ടാ? വീട് വെക്കാനല്ല, അതിലൊരു 3-4 തേക്ക് നിക്കണ്ടല്ലോ. ഇപ്പൊ തേക്ക് മുറിച്ച് വെക്കണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാങ്ഷൻ വേണം അത്ര. അത് വേണം, അത് വേണം. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ. കാണിച്ചു. സുക്കുറേ, സുക്കുറേ, സുക്കുറേ. ഇതൊരു ശബ്ദമില്ല. മോനെ സുക്കുറേ. എന്താ പോയിത്തോ? ഇവിടെ ഉണ്ടോ? അതെ, എടോ സുക്കൂറിനെ കാണില്ലടോ. അയ്യോ, ആര് രണ്ടാമത്തോനോ? അത് സത്താറല്ലേ, ഇതിന്റെ പോത്ത് സുക്കൂറ്. പോത്താ? ഇന്ന് രാവിലെ പോലും കാണില്ല. കുറ്റി പൊരിച്ചിട്ട് പോയിട്ടുണ്ടാവുന്നു. കുറ്റി പൊരിച്ചിട്ടൊന്നും പോയില്ല, എന്റെ പറമ്പിലാണ് ഞാൻ കെട്ടിട്ടേ. 4 ഭാഗത്തും അതിലല്ലേ. അവിടെ രാവിലെ കെട്ടിയിട്ടത് അവിടെ ഞാൻ കണ്ടു. എന്താ തന്നെ ഞാൻ കാട്ടുക? ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തല്ലോ എന്ന് വിചാരിക്കാം. എന്തിന്? ഈ പോലീസുകാർക്ക് മനുഷ്യന്റെ കാര്യം തന്നെ നോക്കാൻ സമയമുണ്ടോ മൊയ്തോ? പിന്നെ ഈ പോത്തിന്റെ കാര്യം അവര് നോക്കുവോ? ഇനി പോത്തിനായിട്ട് വേറെ പോലീസ് സ്റ്റേഷൻ സൂത. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുന്ന കൊടുക്കാം. എന്റെ ദണ്ണ എനിക്ക് മനസ്സിലാവില്ല. എന്റെ മൊയ്തോ, സമയം എത്രയല്ലേ ആയിട്ടുള്ളൂ? അത് വൈകുന്നേരം ആകുമ്പോ വന്ന് തൊഴുത്തില് മുളഞ്ഞോളും. അതാ ഇവിടെ ഉണ്ട്. അത് പശു അല്ലടാ, പോത്തിനെ വെച്ച് എനിക്ക് അറിയില്ല. അഞ്ചൊരു പണി, ഈ വേഗം ഷർട്ട് മുണ്ട് മാറ്റി കൊടുന്നു വാ. എവിടേക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ ഷുക്കൂറിനെ കാണാതായെന്ന് പറഞ്ഞത് സ്കൂളിൽ പോയ വഴിക്കാണോ അതോ വേറെ ഏതെങ്കിലും എവിടെങ്കിലും പോയിട്ട് വന്ന വഴിക്കാണോ കാണാണ്ടായത്? സുക്കൂർ എന്ന് പറഞ്ഞ എന്റെ മക്കളല്ല, പിന്നെ പോത്താണ്. പോത്തായിരുന്ന? പോത്ത. എനിക്ക് 3 കുട്ടികളാക്കി. സുക്കൂർ, സത്താറ്, ജബ്ബാർ. 3 പോത്താണോ? അല്ല, 3 പോത്തല്ല, ഒരു പോത്തും 2 മനുഷ്യ കുട്ടികളും. പോത്തിനെ എവിടെ വെച്ചാ കാണാണ്ടായത്? ഇതാ സുഗതന്റെ പറമ്പിൽ വെച്ചിട്ട്. അല്ല, എന്റെ വീട് നിൽക്കുന്ന പറമ്പല്ല സാറേ. എനിക്കൊരു പുതിയ പറമ്പുണ്ട്, ഒരു 50 മീറ്റർ അപ്പുറത്ത് വളച്ചു കെട്ടിയിട്ട്. നിങ്ങളുടെ പറമ്പിലാണ് കെട്ടിയിരുന്നത്? അതെ. ഈ വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് പോത്തിനെ വളർത്തിയാൽ എങ്ങനെ ഇരിക്കും? കാണാതെ പോവും. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ നമുക്ക് മനുഷ്യക്കുട്ടി വല്ല ആണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താം. ഈ പോത്തെന്നൊക്കെ പറഞ്ഞാല് ഇച്ചിരി പ്രയാസമാണ്. അതെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അത് ബുദ്ധിമുട്ടാ ബാപ്പു. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തണം സാറേ, കാരണം ഞാൻ എന്റെ മക്കളെക്കാട്ട് കൂടുതൽ ഈ പോത്തിനെ സ്നേഹിച്ചു. ഈ പോത്തിന് എന്തെങ്കിലും അടയാളങ്ങൾ വല്ലതും ഉണ്ടോ? അടയാളുണ്ട്. എന്താ? എന്റെ പോത്തിന്റെ ചെവിട്ടിന്റെ മേലെ കടുക്കുണ്ട്. അപ്പൊ അതുണ്ട് അടയാളം. സാറേ, അങ്ങനെയാണ് ഞാൻ കണ്ട് ശരിയാണ്. അതായത് ഞാൻ വരുന്ന വഴിക്കേ നമ്മുടെ ഇറച്ചിക്കോയുടെ വീട്ടുമുറ്റത്ത് ഒരു പോത്തിനെ കണ്ടായിരുന്നു. കാതിൽ കടുക്കനുള്ളൊരു സംശയമുണ്ട്. ഒരു ഇളം പോത്തല്ലേ? ഒരു 4 വയസ്സ്. അതെ, അതൊരു ഇളം പോത്ത്. വലിയ പോത്തൊന്നല്ല. വലിയ പോത്തല്ല. അതെ. ഓക്കെ, ഞാൻ എന്നിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. മക്കള് 2 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പിള്ളേര് കാശിന് അത്യാവശ്യം വല്ല വന്നിട്ട് ഇറച്ചിക്കാരന് മറിച്ച് വിറ്റതാണോ? എന്തൊക്കെ സാറേ ഇങ്ങനെ പറയണേ? കുട്ടികൾ പറഞ്ഞാൽ 7ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ്. ഒരു നിലവിളിയാണ് അതിനെ കാണിട്ട്. അപ്പൊ താൻ കണ്ടെന്നുള്ള ഉറപ്പല്ലേ? ഒരു കാര്യം, വണ്ടി എടുക്കാം, നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. അതല്ലേ? നീ സർമാരുടെ കൂടെ പോയിട്ട് വാ. അപ്പച്ചിയോ? അല്ല, എനിക്ക് മറ്റേ രാഘവേട്ടൻ അവിടെ കാത്തുക്കുണ്ടല്ലോ, വേറെ കുറച്ച് പണിയുണ്ടാകും. അത് കഴിഞ്ഞ് താൻ വാ, വണ്ടി എടുക്കാം. സംഗതി എന്തായാലും വ്യാരേ, ഈ എത്തവണ ചെയ്ത കച്ചവടം ഉണ്ടല്ലോ, അതൊരു 1.5 കച്ചവട. സംഭവം വെട്ടി തൂക്കിയപ്പോ ഉണ്ടല്ലേ എന്താ തിരക്ക്. അലുവാ കഷ്ണം പോലെ ഇരുന്നേക്ക് അസല് സാധനം, അസല് സാധനം. തിന്നിട്ട് പോന്ന് പറഞ്ഞിട്ട് ഇറക്കി അവിടെ. എന്തൊരു കാശാ പെണ്ണിപ്പൊ കൊണ്ടുവരാ പറഞ്ഞത്. ആമിനാ,
തിയേറ്ററിലൊന്നും ഒന്നും കൂടി വിളിക്കുക. ഏയ് ആമിന ചെന്നെ പിടിച്ചിട്ടുണ്ടെന്ന് നിക്കടെ ശബ്ദം കേട്ടിട്ട്. എത്ര വിളിച്ചാലും വരില്ല. ചോദിച്ചോ. വെച്ചു കൊടുക്ക. അങ്ങടെ കൂട്ടി അങ്ങടെ പൊട്ടും ബീഫും കൂടി അങ്ങോട്ട് കൂട്ടി മതിയത്തോ. കായ്ക്കട വായ സ്ഥലല്ലേ? ഞാൻ കഴിക്കായി കഴിച്ചോ. അവിടെ ഞാൻ കഴിച്ചോട്ടു. പപ്പടം കൂടി വേണ്ടായിരുന്നു. അവർക്ക് ചോദിച്ചാൽ മതി. അവന് കൊഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം പൊട്ടും കൂടി കഴിക്കും. കോഴിച്ചങ്ങോട്ട് കഴിക്കും. പോലീസ് ജീപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കോയക്കിങ്ങാട്. എന്താ സാറേ? ആരാ കോയ? കോയ നമ്മളാണ്. നിങ്ങൾ രണ്ടാളും കോയാണോ? അല്ല, ഞാൻ ഒറ്റക്ക്. ഓ, ഈ മുഹമ്മദ് പ്യാരി ആരാ? അത് ഞാനല്ല. താനല്ലെന്ന് എനിക്കറിയാം. ആരാന്നാ ഞാൻ ചോദിച്ചാ? മുഹമ്മദ് ഭാര്യ ഇതാണ് ഒറ്റക്ക്. നിന്റെ ഭാര്യ ആമിനും ഒറ്റക്ക്. തമാശക്കാരനാണല്ലേ? അല്ല സാറ്, അറിവുകാരനാണ്. തമാശക്ക് ഇഷ്ടല്ല. നിർത്തടാ. നീ ഇന്നൊരു പോത്തിനെ മേടിച്ചാടാ? ആ ഇടക്കിടക്ക് മേടിക്കലുണ്ട് സാറേ. പോത്തിന്റെ കച്ചവടാണോ എനിക്ക്? നീ മിണ്ടരുത്. നിന്റെ അടുത്ത് ചോദിക്കുമ്പോ നീ മിണ്ടിയാ മതി, കേട്ടല്ലോ? എന്താ സാറേ ഇപ്പൊ ഇങ്ങനൊക്കെ പറയണത്? ആ പോത്തിന്റെ ഒരു കാതിൽ കടുക്കലുണ്ടായിരുന്ന? ഉണ്ടായിരുന്നു സാറേ. ഉണ്ടായിരുന്നടാ? എന്തായിരുന്നു സാറേ? എന്ത്? അതിപ്പോ എന്ത് ചെയ്തു? അത് ഇവിടെ ഉണ്ട്. സുക്കൂറാണോ ബഷീറാണോന്ന് അറിഞ്ഞൂടെ. ഇന്ന് അടുത്ത് കൂട്ടാൻ പറ്റി സാറ്. എന്താ കാട്ടിന് എന്റെ ഉമ്മർത്തുന്ന ആരത്? അല്ല സാറേ, എന്താ എന്റെ ഉമ്മർത്തോടെ ചെങ്ങായി? എന്റെ വായെന്ന് പറഞ്ഞ എന്റെ വേഷം അനുസരിച്ചുള്ള വർത്താനല്ലോ. ഇയാള് ചോദ്യം സാറേ, എന്താ സംഗതി? ഞങ്ങൾക്കൊന്നും പിടുത്തം കിട്ടിയില്ല അപ്പൊ അത്. മിണ്ടരുത്. 14,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. നീ എവിടെന്നാ മേടിച്ചു? നമ്മുടെ ഒരു സുഹൃത്ത്. പേരില്ലടാ. ആ പേര് പറയടാ. സത്യശീല. ഈ സത്യശീലൻ എന്ന് പറയണ മോഷണമാണ് പരിപാടി. അല്ല, ഓനക്ക് അവിടെ മൂപ്പര് വില്ലേജിലല്ലേ പണി? വില്ലേജിൽ എന്തോ പണിയാന്തോ. വില്ലേജിൽ എന്ത് പണിയാടാ ഉള്ളത്? വില്ലേജിൽ എന്തോ ചെറിയ വില്ലേജ് ഓഫീസറാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ആണ് മൂപ്പര് അവിടെ. എന്താ സംഗതി എന്ന് പറയണില്ലല്ലോ ഇപ്പോഴും. അതല്ല ഇപ്പൊ കുടുങ്ങിയത്. ഇന്നാള് പഞ്ചസാരയെ കൊണ്ട് തന്നില്ലേ പോയക്ക? ആ സാറേ, ഈ ചെങ്ങായി ഇടക്കിടക്ക് ഓരോ സാറിന് കൊണ്ട് ഇപ്പൊ 10 കിലോ പഞ്ചസാര കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നു. വില കുറവിനാണ്. അപ്പൊ ഞാൻ മേടിച്ചു വെച്ച്. പിന്നെ ഒരു പ്രാവശ്യം മൂപ്പര് 25 കിലോ കുരുമുളക് കൊണ്ടതാ. ഞാൻ ഇക്കെന്തിനാ 25 കിലോ കുരുമുളക്? ഇവിടെ 250 കുരുമുളക് ഉണ്ടെങ്കിൽ 3 മാസം എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇവിടെ ആവശ്യമില്ല പറഞ്ഞു. അത് വേറെ ആർക്കോ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് അത് കൊണ്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഇടക്കിടക്ക് സാധനങ്ങൾ കൊണ്ടുവരലുണ്ട് ഇവിടെ. പോത്തിനെ മേടിച്ചത് ഓന്റെ ഒന്നും ഇജ്ജ് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറയാൻ വേണ്ടി അപ്പോഴേക്കും പറച്ചില് നിർത്തിക്കോ. എന്തായാലും ഇത് കൊണ്ടുവന്നവനും വാങ്ങിച്ചവനും എല്ലാം അകത്താവും. എന്തിനാ ചങ്ങായി സാറേ, നിങ്ങൾ വന്ന് എപ്പോഴൊന്നും കാട്ടരുത് കേട്ടോ. നിങ്ങളൊക്കെ വലിയ പോലീസുകാർക്ക് എറിച്ചു കൊടുക്കണ ആളാണ് ഞാൻ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കണ സ്ഥലമാണ്. ഇവിടെ പോലീസുകാർ വന്നാൽ ഞങ്ങക്ക് നാണക്കേടുണ്ട്. മോഷണത്തിൽ വാങ്ങിച്ചിട്ട് നീ വലിയ ന്യായം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചോളി. അല്ലാണ്ട് ഇവിടെ അത് ഞാൻ നിങ്ങൾ ചോദിക്ക് സാറേ. എപ്പോഴാവും അറിയണില്ലല്ലോ. എടാ സതീശൻ ഇവിടെ 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 ഞങ്ങളുടെ ഒരു 750 മീറ്റർ ചെല്ലുമ്പോ ഒരു അമ്പലം ഉണ്ട്. ആ തിരുവിലി തന്നെയാണ്. നിനക്കാ വീട് അറിയാവോ? എനിക്കറിയാം. എന്നാ വന്ന് കാണിച്ചാവാ. ഞാൻ പറഞ്ഞ സാറേ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു മതി. വീടിന്റെ ഉമ്മർത്താണ് ഉണ്ടാക്കണേ. അതെ, ഞാൻ വിളിക്കുമ്പോ സ്റ്റേഷനിൽ വന്നോളാം. പിന്നെ ഇറച്ചി വെട്ടാ നീ വേറെ ആളെ നോക്കിക്കോ. എന്താ താരങ്ങള് വെറുതെ വെള്ളം ഉണ്ടാക്കി പോണേ? ഒരു മാന്യ മര്യാദ ഇല്ലാണ്ട്. അതെ, ഓരോ ശനിയാഴ്ച ഇങ്ങള് വിടണട്ടോ. ഞായറാഴ്ച അറവുള്ളാണ്.
ഓരോരോ പണികള് കാട്ടിവിട്ടണ ആ ചെക്കനെ കൊണ്ടാവേണ്ട വല്ല കാര്യം ഉണ്ടപ്പയിന്. ഓരന്നെ വീട്ടിൽ വെച്ച ചിന്നെ വിളിക്കണട്ടോ. അല്ല പിന്നെ ഞാൻ കൂട്ടാൻ കൂടെ എടുക്കേ വേഷം നട്ട് പാടില്ല. ഓനക്ക് കിട്ട തിന്നാനും പറ്റില്ല. ഹാമിക്കങ്ങള് കാട്ടണ ഓരോ പണി ആലോചിച്ച് നോക്ക്. ഏയ് അല്ല അസല പോത്തായിരുന്നു ആ പാവത്തിന് തിന്നാൻ പറ്റിയില്ല. ഇത് നോക്ക് അതിന് തിന്നാൻ പറ്റിയില്ല പാവ. ആരാ സത്യശീലൻ? ഞാനാ. ഇയാണോ സത്യശീലൻ? ഞാനാണ്. തനിക്കെന്താ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം ഉണ്ടോ? ഇല്ല. തനിക്കെന്താ ജോലി? വില്ലേജിലാണ് സാറേ. വില്ലേജിലെന്താ? വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറാ? സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാണ്. സ്പെഷ്യലാണ് സാർ. ഞാനാ? ഞാൻ സ്പെഷ്യൽ അല്ല, അസിസ്റ്റന്റ്. എന്താ പരിപാടി? സാധനങ്ങള് കച്ചവടം അല്ല സാർ. ഉണ്ടോ? ഇല്ല കച്ചവടത്തില്ല സാർ. അതൊക്കെ പോട്ടെ. താനിന്നൊരു പോത്തിനെ വിറ്റായിരുന്നോ? എനിക്ക് പോതില്ലല്ലോ സാറേ. തനിക്ക് പോത്തുണ്ടോ ഇല്ലയെന്നല്ല, താനിന്നൊരു പോത്തിനെ കച്ചവടം ചെയ്തായിരുന്നോ ഇല്ലയോ? പറയടോ. ഇല്ല സാറേ. ഇല്ല. ഓനെ വിളിക്കുക സാറേ, നിങ്ങള് ഓൻ പറയൂ. ഉണ്ടായിട്ടോ വിളിക്കടാ അയാളെ. സാറേ പോത്തിനെ കൊണ്ടുവന്ന്. സാറേ ഇല്ല. ഏത് പോത്ത്? ഏത് പോത്താ? കൊണ്ടുപോകാനെ നീങ്ങി നിക്കടാ, കാണട്ടെ. മിസ്റ്റർ വില്ലേജ് ഓഫീസർ സാർ, നിങ്ങളിന്ന് ഇയാൾക്കൊരു പോത്തിനെ വിറ്റായിരുന്നോ? ഇല്ല. മേടിച്ചില്ല? ഇല്ല. മേടിച്ചോ? ഇല്ല. മേടിച്ചല്ലോ. മേടിച്ചോ? ഇല്ല. സാറല്ലേ 14,000 രൂപക്ക് എനിക്ക് പോത്തിനെ തന്നത്? ആര്? ഞാനാ? നോണ പറയാണ് സാറേ. ഇയാള് കള്ളം പറയാണ്. സത്യം പറ സാറേ. സാറ് പോത്തിനെ വിറ്റിനി അതിന്റെ പൈസയും മേടിച്ചിട്ട് ഞാൻ നിരപരാധിയ സാറേ. സത്യം. ആരാ പോത്തിനെ മേടിച്ചേ? പറയണ. പറഞ്ഞു കൊടുക്കണ സാറിന്. ഇതാണ് ഒന്ന്. അപ്പൊ നമ്മള് 4 അവിടെ കണ്ടില്ലേ? പിന്നെ ഈ ഒരു തേക്കും. അങ്ങനെ 5 തേക്കാണ് മുറിക്കേണ്ടത്. ഇത് നല്ല തേക്കാ. അതെ, നല്ല തേക്ക, നല്ല മൂത്ത തേക്ക, കാതലൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്ത് മുറിച്ചോ. അല്ല, ഇത് മാത്രല്ല, ആ 4 അങ്ങനെ 5 മുറിക്കണേ. ആ 4 മുറിക്കാൻ പറ്റില്ല. പറ്റൂല. അല്ല സാറേ, അത് ഇതേ പ്രായമുള്ള തേക്കാണ്, ഇതേമാതിരി മൂത്ത തേക്കാണത്. അത് മൂക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് പുറംപോക്കിലാ നിക്കണതേ. എന്താ സാറേ ഇത്? സാറ് സ്കെച്ചും പ്ലാനൊന്നും കൊടുത്തിട്ട് അളന്നിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ അത് പുറംപോക്കാന്ന് കണ്ടുപിടിക്കുന്നത്? ഞാൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാ. ചില കാര്യങ്ങൾ സ്പെഷ്യൽ വിവരാണ് സാറിന്. അല്ല സാറേ, ഞാനൊരു റിട്ടയർഡ് സർവേറെ കൊണ്ടാണ് അളപ്പിച്ചത്. ആ സാറിന് തെറ്റാൻ വഴിയില്ലല്ലോ. ഇതാണ് പ്രശ്നം. നമ്മള് വില്ലേജ് ഓഫീസർ ഉണ്ടാവുമ്പോ നമ്മളെ കൊണ്ടല്ലേ അളപ്പിക്കണ്ട്. റിട്ടയർഡ് സർവേറെ കൊണ്ടാണ് അളപ്പിക്കണ്ട്. അതുകൊണ്ടാണ് പുറമ്പോക്കായത്. നമ്മളങ്ങനെ അകമ്പോക്കാവും. അല്ല സാറേ, അപ്പൊ ഇത് മുറിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് മുറിക്കാനൊരു കാര്യം ചെയ്യാം. കക്കൂസ് പോകാനും നല്ലത്. നമുക്ക് പാവാ സാറ്. അതെല്ലേ? ആ 4 തേക്ക് മുറിച്ചു. അതാ 4 പോരാ, 5 മുറിക്കണം സാറേ. 5 മുറിക്കണം. ഇത് മുറിച്ചിട്ട് സാറിന് കൊടുത്തേ. ഇതോ? പോ സാർ അവിടുന്ന്. 1.5 ലക്ഷം ഉറുപ്പ്യ വില വരുന്ന തേക്കാണ്. ഇതെങ്ങനെ സാറിന് കൊടുക്കുക? എന്നാ വേണ്ട, ഒരു 25,000 രൂപ കൊടുത്തേ. ഞാൻ ഒറ്റ കാര്യം പറയാം, സാധാരണ ഓപ്ഷൻ ഉണ്ടാവില്ല സാറിന്. ഇത് 2 ഓപ്ഷൻ തന്നിട്ട് ഒരു പ്രശ്നമില്ല. 25,000 ഒന്നും കൊടുക്കാൻ എന്റെ ഇല്ല. എത്ര കൊടുക്കും? ഞാനോ? 2,000 ഉറുപ്പ്യ കൊടുക്കാം. 2,000. സാറ് പോയാ 2,000 ഉറുപ്പ്യ. അല്ല, 3 തരാ. 3 തരാ സാറേ.
സുഗതാ, ഓ സാർ. താൻ പൈസ ഒന്നും തരണ്ട. അല്ല സാറേ, അത് ഞാൻ അറിയാതെ പറഞ്ഞതാ. ഞാൻ 3000 റുപ്യ തരാം സാർ. പൈസ അറിയാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് പോയി വില്ലേജിൽ ചെന്ന് ആ സ്കെച്ചൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ മരങ്ങൾ അടയാളപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മുറിക്കാനും കൊണ്ടുപോവാനൊക്കെ ഉള്ള പെർമിഷൻ വനം വകുപ്പുകാർ തരും. അതെ, അതാണ് സാറേ, ആ നമ്പർ കിട്ടിയാലേ പറ്റുള്ളൂ. അതാണ്. അതല്ല അതിന്റെ ഇടയിലുള്ള ട്രിക്ക്. അതെ സാറേ, ഒന്ന് ശരിയാക്കി. അപ്പൊ അത് ഞാൻ ശരിയാക്കി തരാം കേട്ടാ. മരങ്ങളൊക്കെ മുറിച്ചോ. സാറ് ശരിയാക്കി. ആ, വളരെ ഉപകാരം സാർ. ആ, പക്ഷെ ആ പോത്തും കുട്ടീനെ ഞാൻ എടുക്കും.